ആഹാ, ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല മത്തിവർത്തയുടെ ഗുണം. അതെ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് മത്തിവറുത്തയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കാണ് ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും താഴെ ഫുള്ളും ഫില്ലായിരുന്നു, മുകളിലേക്ക് കയറിയപ്പോഴും അവിടെയും ഫില്ലായിരുന്നു. ഭയങ്കര തിരക്കാണ് ഗൈസ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി കിട്ടിയ സീറ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം കയറിയിരുന്നു ഗൈസ്. അങ്ങനെ ചോറ്, സാമ്പാറും ബീട്രൂട്ട് തോരനും പിന്നെ എന്തോ തൊടികറി ഉണ്ടായിരുന്നു ഗൈസ്, പേരറിയത്തില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാരങ്ങ അച്ചാറും. ഇതായിരുന്നു ഇന്നത്തെ മെനു. പണ്ട് എന്റെ കാശിക്കുട്ടിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവിടുത്തെ മത്തിവറുത്ത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് കൊറോണ കാലം ആയതുകൊണ്ട് ലോക്ക്ഡൌൺ ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മത്തിവറുത്ത് എത്തിയിട്ടുണ്ട്. ഓ, സാമ്പാറും ബീട്രൂട്ടും എന്തിന് ആ ചെറിയ കഷ്ണം മീനും കൂടെ എടുത്ത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നും പറയാനുള്ള. ഞാൻ വീണ്ടും ഇച്ചിരി ചോറും ഒരു സെറ്റ് മത്തി വറുത്ത് ഇച്ചിരി മീൻചാറും കൂടെ വാങ്ങിച്ചു. എനിക്കെന്തോ ഇവിടെ വരുമ്പോൾ ഒരു ഹോംലി ഫീലാണ് ഗൈസ് കിട്ടുന്നത്. അത് പണ്ടത്തെ കടയിൽ തൊട്ടേ അങ്ങനെയാണ്. ഈ വാഴയിലയിൽ ചോറ് കഴിക്കുന്നതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണ്. കഴിച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടും തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നില്ല ഗൈസ്. എങ്ങനെയാണ് ചേട്ടാ ഫുഡ്? ഫുഡ് ഉഗ്രം, നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ളല്ലോ. ഇപ്പത്തെ എനിക്ക് സർവീസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അത്രയും ആള് വന്നോണ്ടല്ലോ, തിരക്കൊന്നും. നിങ്ങൾ എന്തൊക്കെയാണ് മാനേജ്? അത്രയുള്ള ഗൈസ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ.